ഇരിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തല എന്തോ ഒരു ബിങ്കിരി പോലെ ആവുന്നു. എനിക്കതാ അതാ എൻ്റെ നിങ്ങളെ കണ്ണു മുമ്പിൽ തന്നെ ചെയ്യുന്നത്. ഹോട്ടൽ എന്ത് വലുപ്പം ഗൈസ്. ഞാനൊരു ഹാളിൽ വന്ന പോലായി, ഹോട്ടൽ വന്ന പോലായി. എത്ര ഫുള്ളായി മത്തി കസിയും ചോറ് കഴിക്കാതെ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പല്ലിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഒരു ഷോർട്ട് കറക്കാണ് കേട്ടോ. കറക്കാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വരെ പോകുന്നതാണ്. ആ സ്ഥലം വരെ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വരാമെന്ന് വിചാരിക്കുന്നത് പുതിയ നാട്ടിലേക്കാണ് കേട്ടോ. പുതിയ റോഡ് പുതിയ നാടാണ്. ഷൂ ആണ് കേട്ടോ. ഒരുപാട് എക്സൈറ്റ്മെൻറ്റാണ് അവൻ്റെ ഷൂവിലേക്ക് നമുക്ക്. അപ്പം അടുത്തൊരു വരുന്ന വൈകുന്നേരം കുഞ്ഞു കുഞ്ഞു ലോഗൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് ലോങ് വന്നിട്ട് എത്തിയട്ടോ. അൽഹംദുലില്ലാ ഇനി 15 കിലോമീറ്ററിൽ പോകുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ഒരു ലോങ് കിലോമീറ്റർ വരുന്നത്. അറിയുന്ന റോഡിൽ ഞാൻ പോയി, അറിയാത്ത റോഡിൽ പോകുന്നത് 28 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇന്ന് ഞാൻ 75 കിലോമീറ്റർ എന്ന് മാപ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും റൗണ്ടായി 100 കിലോമീറ്ററായി. കാരണം റോഡ് ശരിയില്ല, റോഡ് ബ്ലോക്ക് ആയിരുന്നു. ഓഫ് റോഡാണ് നമ്മൾ വന്നത്. ഞാൻ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർ ഈ വഴിയിലേക്ക് വന്നാലുണ്ടല്ലോ ഒറ്റ ദിവസം മതിയായിട്ട് എക്സ്പീരിയൻസ് ആവാണ്. ഞാൻ വന്നത് കെമ്മാരാത്തൂർ ആ സൈഡാണ് കേട്ടോ വന്നത്. ഒരു നിലവിൽ സന്തോഷമായ ഒരു ഇതാണ്. അപ്പോൾ കുട്ടികൾ കുറച്ച് ഇറിറ്റേറ്റ് ആക്കി. എനിക്ക് വേറെ ഒന്നും പ്രശ്നമില്ല, കുട്ടികൾ ഇറിറ്റേറ്റ് ആക്കുമ്പോഴാണ് പ്രശ്നം. കുട്ടികൾ കുറച്ച് ഇറിറ്റേറ്റ് ആക്കിയിട്ടുണ്ട്, അത് മാത്രമേ എനിക്ക് പ്രശ്നമായിട്ടുള്ളൂ. എനിക്കങ്ങനെ ഒച്ച ബഹളമൊന്നും ഞാൻ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പാടില്ല, അടിയാക്കാൻ പാടില്ല. ഇവർ എന്നെ മുകളിലേക്ക് വില, എന്നെ അടിക്കുക, എന്നെ പാന്ത, ചെറുത് വലുതല്ല കേട്ടോ, ചെറുത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. പിന്നെ ഏട്ടത്തി ഹാൻഡിൽ ചെയ്തുകൊണ്ടായിരുന്നു. അവർ ഞാൻ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് ആരൊന്നും മിണ്ടരുത്. എനിക്ക് ഡ്രൈവിങ് ചെയ്യുമ്പോൾ, കുക്കിംഗ് ഉണ്ടാക്കുമ്പോൾ, അല്ല വീട്ടിൽ പണിയെടുക്കുമ്പോൾ ആരും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഇറിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എല്ലാ പണിയെടുത്ത് ശരിക്കും. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തല എന്തോ ഒരു ബിങ്കിരി പോലെ ആവുന്നത്. എനിക്കതാ എൻ്റെ നിങ്ങളെ കണ്ണു മുമ്പിൽ തന്നെ ചെയ്യുന്നത് കണ്ടു. എനിക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ പറഞ്ഞത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെങ്ങനെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നല്ലോണം അടി കൊടുക്കും എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഏട്ടത്തിന് പറഞ്ഞു നോക്കണ്ട, നല്ലോണം അടി കൊടുത്തു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 60 കിലോമീറ്റർ ആകുമ്പോഴാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ ഇനി വരുന്ന കാര്യം ഇതാ, അവർ വരുന്നുണ്ട് കേട്ടോ. അവരവിടെ വരാണ്. പെട്രോൾ പമ്പിൻ്റെ അവിടെ വണ്ടിൻ്റെ നിർത്തിയാണ്. പെൻസിൽ എവിടെ ഉണ്ടോ ഇഷ്യൂ? പിന്നെ ഇതാ വന്നു. നമ്മൾ കുട്ടികൾ അവരൊക്കെ മുകളിൽ പോയിട്ട് ഞാൻ മാത്രം താഴെയാണ് നിന്നിട്ടുള്ളത്. എന്തായാലും ഞമ്മക്കും പോവാം മുകളിലേക്ക് ഫുഡ് കഴിക്കാൻ. ഇതെവിടെയോ ഒരു നാടാണ് കേട്ടോ, പേരറിയാത്ത നാടാണ്. പക്ഷെ ഹോട്ടൽ പറയുന്നത് കേട്ടോ ഭയങ്കര വലിയ ഹോട്ടലാണ്. അവരൊക്കെ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടാവും മേ ബി. കുട്ടികൾ ഫുഡ് കഴിക്കുന്ന നല്ല അത് അവരൊക്കെ ഇരുന്നിട്ട് സെറ്റായിരുന്നു. അവരൊക്കെ ഇരുന്ന് സെറ്റാവുന്നു. ഫുഡുണ്ടോന്നറിയില്ല. ആൻറ്റി എവിടെ? വാ ഫാമിലി റൂം പോവാം. ഇതല്ല, ഇത് 6 മെമ്പേഴ്സ് ഉണ്ടോ. ആൻറ്റി എവിടെ? ബാബാ ഇവിടെ പോയി. മീൻ കറി ചോറുണ്ടാന്ന് നോക്കാം. വാഷ്റൂം പോയാ ഹാൻഡ് വാഷ് ആക്കാം ഞമ്മക്ക്. ആൻറ്റിൻ്റെത് ബാബാ. ഹോട്ടൽ എന്ത് വലുപ്പം ഗൈസ്. ഞാനൊരു ഹാളിൽ വന്ന പോലായി, ഹോട്ടൽ വന്ന പോലെ ആയില്ല, ഹാളിൽ വന്ന പോലെ കണ്ടില്ലേ, ഭയങ്കര വലുപ്പമാണ്. ഓക്കെ, മ്യാരേജ് ഹാളിൽ തന്നെ ഹോട്ടൽ ആക്കിയെന്ന്. ആ പോ ഹാൾ പോലെ ഇല്ല ഹോട്ടൽ, മ്യാരേജ് ഹോട്ടൽ റോയൽ താജ് കേട്ടോ. താജ് ഹാൾ പോലെ ഉണ്ട്. അപ്പം മിസ് ഏട്ടത്തി പറയണേ ഇത് ഹാളിൽ തന്നെ ആവട്ടെ. പോവില്ലല്ലോ വരുന്നെങ്ക. അപ്പം ഏട്ടത്തി ആണ്ടിന് ഏട്ടത്തി ഫുഡ് കഴിക്കാന്. എനിക്ക് നല്ലൊരു മീൻ കറി ചോറുണ്ടാണ് നോക്കുക. മീൻ കറി ചോറാണ് എൻ്റെ ഫേവറേറ്റ്. ഇന്നലെ ബിരിയാണിയല്ലേ വീട്ടിലുണ്ടാക്കിയത്, വേണ്ട കണ്ടോ. ഇത് ഹോം തിയേറ്ററാണ് ഇന്ന്. ഇത് ഈശുൻ്റെ ഹോം തിയേറ്ററാണ്. ഇത്ര വലിയ ഹോട്ടലിൽ ഈശു വന്നിട്ടുണ്ടാവില്ല, ഹോം തിയേറ്റർ പോലെ തന്നെ.
ഇല്ല ഞാനിവിടെ ഇരിക്കും ഉമ്മ അപ്പുറത്ത് ഇരിക്കും വേണ്ട ശോഭ എവിടെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ ഫുഡ് എന്താണ് ഓർഡർ ചെയ്യേണ്ടത് ഫുള്ള് കൺഫ്യൂസ് ആണല്ലോ എന്തൊക്കെ ഫുഡ് വരട്ടെ ചെറിയലക്ക പോണേലിട്ട് ചന്ത മീഡിയം ഉള്ളല്ല ಕೊಡು ಬಿಸಿ ಅಕ್ಕಿ ಹಬ್ಬ ಕಿಮ್ಮಿ എന്താ ഹലോ കട്ടാക്കില്ലല്ലോ ഇല്ല നമ്മൾ ബിരിയാണി തിന്നാൻ ഇന്നലെ ഞാനുണ്ടാക്കി ബിരിയാണി പെട്ടിട്ടാണ് എങ്ങനെയുണ്ട് മൈജ ഫുഡാണ് മൈജ ഞാനിത് ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയത് ഞാൻ കുറച്ച് കഴിച്ച് കാണിക്കട്ടെ ആൾക്കാരോട് കുറച്ച് കഴിച്ചിട്ട് ആൾക്കാരോട് കാണിക്കട്ടെ എന്താ എന്താ സൂപ്പർ ഇത് എനിക്ക് റൈസ് ആൻഡ് മീൻ കക്ക റൈസ് മത്തി കസ് പിന്നെ മത്തി കസ് ഇട്ടാണ് കൊതിയൊന്നും കഴിഞ്ഞ് എത്ര ഫുള്ളായി മത്തി കസിയും ചോറ് കഴിക്കാതെ യഥാർത്ഥം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു കസിയുണ്ട് അതേ ടേസ്റ്റ് കേട്ടോ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി കുടിക്കുന്നത് എന്താണറിയോ നമ്മള് സോഡ സർബത്ത് നമ്മൾ കുടിച്ച് നേരെ ഇൻഷാല്ല വീട്ടിലേക്ക് ತಿನ್ನು ಚೋಬಿ ಬ್ಯಾಂಡ್ ವಾಮಿಟ್ ಹಾಕೋಲ್ ಕಾರ್ಲು മൊയ്ജ് ഫുഡ് കഴിക്കും മൊയ്ജ് വേഗ ഇവർക്കൊക്കെ അവിടെ പോയ വിരുന്നറിൻ്റെ വീട്ടിലൊക്കെ ഇതൊക്കെ തിന്നിട്ട് ചൂടാണ് ഗൈസ് ഭയങ്കര വലിയ ചൂടട്ടോ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഗൈസ് ഞാൻ പോകുന്നത് വീട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കവറാണ് കേട്ടോ ബ്ലാക്ക് കവറൊന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആക്റ്റീവിലാണ് പോകുന്നത് നോക്കാം കവർ വേണമായിരുന്നു വന്നിട്ട് കയറിയിട്ടേ ഉള്ളൂ ഞങ്ങൾ അപ്പം തന്നെ എനിക്ക് ഇവിടെ വീട് ഷിഫ്റ്റ് ആക്കണം 25th ഉള്ളില്ല ഇന്ന് 22nd ഇൻഷാല്ല അറിയാം ടൗൺ കാണാം കേട്ടോ നേരെ വന്നത് ടൗൺ കാണേ അയങ്കാർ ബേക്കറിൽ എന്തെങ്കിലും വാങ്ങണമെന്നാണ് ഇല്ലെങ്കിൽ കുട്ടികളുണ്ടല്ലേ കുട്ടികൾ ഭയങ്കര വാശയായിരിക്കും ഇപ്പം ഞാൻ ഒന്നും കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഉമ്മ വന്നിട്ട് സങ്കടമായിട്ട് പറഞ്ഞത് സങ്കടമല്ല ഇത് എന്താ പറയുക ടയർഡായിട്ട് പറഞ്ഞതാണ് അപ്പോൾ കുട്ടികൾ ഏട്ടത്തേക്കോ മൊബൈൽ സൗണ്ട് അത് ഇതൊക്കെ വെച്ചിട്ട് അവിടെ ഉമ്മനെ ഡിസ്റ്റർബാക്കണം അപ്പം ഞാൻ പറയും ഉമ്മ പാവാണ് ഉമ്മ കുറച്ച് വറങ്ങട്ടെ എന്തിനല്ല ഡിസ്റ്റർബാക്കുന്നത് ഉമ്മ കുറച്ച് വറങ്ങട്ടെ എന്ന് പറയുന്നതാണ് അപ്പോൾ ഉമ്മ ഇങ്ങനെ ആലോചിക്കും ഇവർക്ക് എന്താ ഭയങ്കര പെട്ടെന്നൊരു സ്നേഹം ഭയങ്കര സോപ്പിംഗ് ആണല്ലോ എന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു എന്തിനാ സോപ്പ് ഇടുന്നത് എനിക്കൊന്നുമില്ല പിന്നെ ഇവർ കുട്ടികളെ പോയിട്ട് ഡിസ്റ്റർബാക്കുന്നു ഉമ്മ വറങ്ങട്ടെ എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷം ഉമ്മ ടൗണിൽ കൂട്ടി പോകണം കണ്ടാലായിട്ട് അപ്പോൾ ഉമ്മ ഇപ്പോൾ വറങ്ങാൻ മാത്രമേ വരുള്ളൂ പിന്നെ വരില്ല എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണ് അതുകൊണ്ട് മെല്ലെ ഉമ്മനെ ഉറങ്ങണമൊക്കെ വിട്ടിട്ട് ഉണർത്തുമ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി ഉണർത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉമ്മ പറയും ഇവളെന്തിനാ സോപ്പ് ഇങ്ങനെ ഇടുന്നേ എന്തിനൊക്കെ പെട്ടെന്നൊരു സ്നേഹം വന്നേന്നൊക്കെ ഉള്ളത് ഉമ്മക്ക് സംശയമാണ് എന്തിനാ സ്നേഹം പെട്ടെന്നുള്ളത് എന്താ ചെയ്യാം കുട്ടികൾ സ്നേഹം കാണിക്കാൻ പാടില്ല കാണിച്ചാലും സംശയം കാണിച്ചില്ലെങ്കിൽ കുട്ടികൾ സ്നേഹിച്ചില്ല എന്ന് പറയും എന്തായാലും നമ്മൾ അവരെ വിശ്വാസം അവർ രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഉമ്മാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പല്ലിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബീഫ് പല്ലിക്കറിയാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ബീഫ് ഇവിടെ അത്ര കിട്ടാത്തത് കൊണ്ടാണ് ചിക്കൻ പല്ലിക്കറി ഓക്കെ ഉള്ളി എടുത്തിട്ട് പച്ചമുളക് அண்ட் கோகோனட் எடுத்துட்டு இப்போ நான் பள்ளிக்கறி ப்ரிப்பேர் பண்ணுறதுக்கு கொஞ்சமாக கீ ஆட் பண்ணணும் அதுக்கப்புறம் கோகோனட் ஆயில் பண்ணணும்
கோகனட் ஆட் பண்ணிட்டு ஒரு ரொம்ப ஒரு ബ്രൗൺ കളർ വരുന്നത് വരക്ക് ഒന്ന് റോസ്റ്റ് പണിട്ടു. അപ്പം എൻ്റെ ഫേവറേറ്റ് ലാംഗ്വേജിലാണ് കേട്ടോ. ഫേവറേറ്റ് ആൻഡ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ് പേசுறது എൻ്റെ ഡ്രീം ദാ ആ ഒരു ലാംഗ്വേജിലാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. പേസിട്ടല്ലേ കളിക്കുന്നത്, അതായത് പേസിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പേസിട്ട് തമിഴ് പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് തമിഴ് പേസിട്ട് തമിഴ് ലാംഗ്വേജ് ഇമ്പ്രൂവ് பண்ணணும். അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും തമിഴ് പേசுறதுக்கு ரெடி ആയിക്കോங்க. கொஞ்சம் മിസ്റ്റേക്ക് വരും, അത് എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ്. പക്ഷെ கொஞ்சம் മിസ്റ്റേക്സ് വന്നാൽ അത് ശരി പண்றது നിങ്ങൾക്ക് தான் വിട്ടത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പോടുங்க, நான் അത് ശരി பண்ணுவேன். അപ്പോൾ നമുക്ക് വീഡിയോ பண்ணுவா. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്യാസ് ഓൺ பண்ணுறேன். ഗ്യാസ് ഓൺ ആവുന്നില്ല, അതാ ഗ്യാസ് ഓൺ ആവും, ഗ്യാസ് ലൈറ്റ് ഓൺ ആവുന്നില്ല. கொஞ்சம் டைம் தரீங்க. ஆஃப் பண்ணிட்டு ഗ്യാസ് ഓൺ பண்ணிட்டு ഞാൻ വരാം. ഇതൊന്ന് കോക്കനട്ട് ഒന്ന് റോസ്റ്റ് பண்ணிட்டு എടുക്കുക. ரோஸ்ட் பண்ணுறதுக்கு கோகனட் ரோஸ்ட் பண்ணுறதுக்கு நான் மெயின் ஆகிட்டு கீ எடுத்துகிட்டு இருக்கேன். கீ மெயின் ஹைலைட்டு தான். ஸோ அவருக்கு நம்மளே மெயின் ஃப்ளேவர் கீ தான். இப்போ கீ கொஞ்சம் ஆட் பண்ணிருக்கேன் பண்ணுவேன். பண்ணிட்டு இது ஓகே கீ ஆட் பண்ணிட்டு இதுலேக்கு கோகனட்டு ஆட் பண்ணுவேன். நான் மசாலா ஒன்றும் கூட்டுறதில்லை. பள்ளிக்கறி மசாலாவில் தான் ஆல் ஃப்ளேவர் வருது. ஸோ இதுதான் மெயின் ஹைலைட். நல்லோണം ബ്രൗൺ കളർ വരുന്ന വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം, റോസ്റ്റ് பண்ணணும். ലാംഗ്വേജിൽ ഒരു ലോഗ് பண்ணுறதுக்கு எത്ര எக்ஸைட்மெண்ட் ஆயிருக்கு பண்ணால் அது எனக்கு மாத்திரமா தெரியுது. அற்ற ரொம்ப எனக்கு தமிழ் லாங்குவேஜ் பிடிக்கும். ஆனால் பேசுகிறதுக்கு ரொம்ப எக்ஸைட்மெண்ட் ஆகிருக்கேன். அண்டு உங்களுக்கு சப்போர்ட்டு எந்த லாங்குவேஜுக்கு வேணும். டோன்ட் நெகட்டிவ் கமெண்ட் போடாதீங்க. ட்ரை பண்ணுறதுக்கு அப்ரிஷியேட் பண்ணுங்க. ஓகே, ஆனியன் ஆட் பண்ணணும். ஆனியன் அண்டு க்ரீன் சில்லி உப்பு ஆட் பண்ணிட்டேன். நம்ம ரோஸ்ட் பண்ணணும். கொஞ்சமாக ஜிஞ்சர் அண்ட் கார்லிக்கு போடுங்க. ஆனால் இது க்ரஷ் பண்ணிட்டு போடுறதுக்கு பயங்கர ஒரு குட் ஃப்ளேவர் கிட்டுது. ஆனால் எனக்கு டைம் இல்லை, அதுதான் நான் இப்படி ஆட் பண்ணுவேன். கொஞ்சம் புளிக்கு டொமேட்டோ ஆட் பண்ணிங்க. ஆனால் இது பெப்பர் அண்டு க்ளவுஸ் மசாலா போடுங்க. கொஞ்சம் ஆட் பண்ணுவேன். நான் ஆட் பண்ணுவேன். மஞ்சள் தூள் ஆட் பண்ணணும். ஹாட் ஆகிருக்குது, நோ ப்ராப்ளம். ஓகே, நான் மிக்ஸ் பண்ணிட்டேன். மிக்ஸ் பண்ணிட்டு பள்ளி மசாலா ரெடி ஆயிடுச்சு. சின்ன கட்டு பண்ணிட்டா சிக்கன் வந்து ஆட் பண்ணணும். ஆட் பண்ணிட்டு അറിയാത്ത ലാംഗ്വേജിൽ സംസാരിക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, അറിയുന്ന ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ അത്രയൊന്നും കിട്ടില്ല. സ്റ്റൈലായിട്ട് മോഡലായിട്ട് ഇതായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് നിങ്ങൾ മുമ്പിൽ സംസാരിക്കായിരിക്കും. പക്ഷേ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സ്ലാങ് വ്യത്യാസം മാത്രമേ. ഫൈനൽ ഗൈസ്, നമ്മുടെ പള്ളിക്കറി சிக்கன் வெந்திருக்குங்க. ரொம்ப வேக விடாதீங்க. அது 15 மினிட்ஸ் போதும். ஓகே, இனி இது ஆட் பண்ணுறது நான் ரோஸ்ட் பண்ணுறது கோகனட்டு தான் ஆட் பண்ணேன். அண்டு கொத்தமல்லி ஆட் பண்ணிருக்கேன். ஆனால் எனக்கு ரொம்ப கொத்தமல்லி வேணுங்க, ஃபேவரட்டா. நல்லா மிக்ஸ் பண்ணி நல்ல சூடு இருக்குது.
ட்ரை பண்ணுங்க. சூப்பர் ட்ரை பண்ணுங்க. இந்த ரெசிப்ஸ் ஈஸி தான். ஆனால் ஆருக்குங்கள பள்ளிக்கறி வேணும் அந்த ചോദിച്ചാൽ இந்த ரெசிப்ஸ் இந்த கறி பள்ளிக்கறி பண்ணது கொடுக்குங்க. பள்ளிக்கறி பள்ளிக்கறி பண்ணுறது ஃபினிஷ் ஆயிடுச்சு. ஆனால் மூவி பார்த்துட்டு தமிழ் பேசணும்னா இன்ஸ்பயர் ஆகிட்டு தமிழில் லாக் பண்ணணும்னா ஆசை பண்ணது ஈஸி கிடையாது கைஸ். நம்ம மூவியில் அழகான தமிழ் லாங்குவேஜ் தான். ஆனால் நம்ம பேசும்போது ஒத்திரி டஃப் இருக்குது, ஈஸி கிடையாது. இப்படி ரொம்ப சூடாக இருக்குது. ஆனால் நான் குக்கிங் பண்ணிட்டேன். இன்னும் லாகு கண்டினியூ பண்ண முடியாது. இன்னത്തെ லாகு இப்படி எண்டு பண்ணுவேன். இதே போலത്തെ லாகு தமிழ் பேசிட்டு வருமோ இல்லை எனக்கு புரியாது. ஆனால் ஐ ஹோப்பு நெக்ஸ்ட் டைம் நான் ரொம்ப நல்ல பேசுவேன்னு ஹோப் இருக்குது. நான் இந்த லாகு இப்படி எண்டு பண்ணுவேன். தேங்க்யூ ஃபார் வாட்சிங். பாய்.